എൻ്റെ ഒരു സ്കൂൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആൾക്ക് ഈ വീട്ടിൽ എപ്പോഴും ഭയങ്കര മാർക്കിന്റെ പ്രഷറാണ്. അപ്പൊ ഒരു ദിവസം മാത്സിൽ 88 കിട്ടി. ആള് ഭയങ്കര സന്തോഷത്തോടെ പേരൻസിന്റെ അടുത്ത് കാണിക്കാൻ വേണ്ടി ഓടിച്ചാടിപ്പോയതാ. പേരൻസ് ആകെ അവളുടെ അടുത്ത് ചോദിച്ചത് ബാക്കി 12 മാർക്സ് എവിടെയെന്നാ. അവളിട്ട എഫേർട്ട്, അവൾക്ക് കിട്ടിയ 88 അതൊന്നും അവര് കാണുന്നില്ല. അതായത് അവൾക്ക് കിട്ടുന്ന ലവ്, വാംത്ത് ഇതൊക്കെ പെർഫോമൻസ് അനുസരിച്ചിരിക്കും. പെർഫോമൻസ് ഭയങ്കര പോക്കാണെങ്കിൽ അവിടെ ഭയങ്കര ക്രിറ്റിസിസം ആയിരിക്കും. ബേസിക്കലി കണ്ടീഷണൽ ലവ്. അങ്ങനെ വാട്ട് ഷീ ലേൺഡ് വാസ് ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്താൽ മാത്രമേ എനിക്ക് സ്നേഹവും കെയറും ഒക്കെ കിട്ടുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഒരു വിലയുമില്ല. അങ്ങനെ അത് അഡൽട്ട് ലൈഫിലേക്ക് വന്നപ്പോഴേക്ക് ആൾക്ക് കോംപ്ലിമെന്റ്സ് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല. നന്നായിട്ട് ആള് ഹാർഡ് വർക്ക് ചെയ്യും, പക്ഷെ എന്തെങ്കിലുമൊക്കെ കുറ്റം കണ്ടുപിടിക്കും. അതിന്റെ കൂടെ തന്നെ എത്ര എഫേർട്ട് ഇട്ടാലും ആൾക്ക് മതിയാവില്ല. അച്ചീവ് ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം നെർവസ് സിസ്റ്റം ഇസ് വയേർഡ് ദാറ്റ് വേ. എപ്പോഴും ഇങ്ങനെ പെർഫോം ചെയ്ത് അച്ചീവ് ചെയ്താൽ മാത്രമേ ഒരു സമാധാനം കിട്ടുള്ളൂ. വെറുതെ ഇരുന്നാൽ ഷീ സ്റ്റാർട്ടഡ് ഫീലിംഗ് ഗിൽട്ടി. ഇതുകൊണ്ടാണ് ചില ആൾക്കാർക്ക് എത്ര അച്ചീവ് ചെയ്താലും മതിയാവാത്തത്. എത്ര അച്ചീവ് ചെയ്താലും ഒരു ഹോളോ ഫീൽ ആയിരിക്കും ഉള്ളിൽ. അതിന്റെ റീസൺ അവരുടെ പേരൻസ് അവരോട് ഇങ്ങനെ ബിഹേവ് ചെയ്തതുകൊണ്ടാണ്.